വണ്ണം കുറയ്ക്കുന്നതിനും BP കുറയ്ക്കുന്നതിനും ഷുഗർ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനുമൊക്കെ ഇതുപോലൊരു പുഡിംഗ് തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്, ചിയ പുഡിംഗ്. ഈ ഒരു ഹെൽത്തി റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ ചിയ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടമാണ് ചിയ സീഡുകൾ. ഈ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും BP കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. ഇതുമാത്രമല്ല, ശരീരത്തിന് ഹാനികരമായ ഫ്രീ റാഡിക്കലുകൾ വരുത്തുന്ന കേടുപാടുകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചിയ സീഡുകൾ. കാൽസ്യം, ഫോസ്ഫറസ്, മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾ ഉള്ളതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. 1 ഔൺസ് ചിയ സീഡുകളിൽ 18% കാൽസ്യവും 46% കാർബോഹൈഡ്രേറ്റുകളും 83% ഫൈബറും 34% ആരോഗ്യകരമായ കൊഴുപ്പുകളും 19% പ്രോട്ടീനുമാണുള്ളത്. ഇതിൽ ഗ്ലൂട്ടൻ ഇല്ല. ക്യാൻസർ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, സന്ധിവേദന തുടങ്ങിയ പല രോഗങ്ങൾക്കും പരിഹാരമായി ചിയ സീഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. രക്തത്തിലെ മൊത്തത്തിലുള്ള കൊളസ്ട്രോളും LDL എന്ന ചീത്ത കൊളസ്ട്രോളും കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ചിയ സീഡുകൾ. ഇതുമാത്രമല്ല, തൈറോയിഡിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തെ സഹായിക്കുന്ന എല്ലാ പ്രധാന പോഷകങ്ങളും ചിയ സീഡുകളിൽ അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്താൻ ചിയ സീഡുകളിലെ ഫൈബർ സഹായിക്കുന്നത് മൂലം ടൈപ്പ് 2 പ്രമേഹം വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ചിയ സീഡുകൾ. ചിയ പുഡിംഗ് തയ്യാറാക്കാനായി ഞാനിവിടെ 1/2 കപ്പ് കൊഴുപ്പ് കുറഞ്ഞ പാലാണ് എടുത്തിരിക്കുന്നത്. പോഷകങ്ങളുടെ കലവറയാണ് പാൽ. കാൽഷ്യം, പ്രോട്ടീൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ D, വൈറ്റമിൻ B12, വൈറ്റമിൻ A, റൈബോഫ്ലേവിൻ, നിയാസിൻ തുടങ്ങിയ ഒട്ടുമിക്ക പോഷക ഘടകങ്ങളും പാലിൽ അടങ്ങിയിരിക്കുന്നു. ചിയ പുഡിംഗ് തയ്യാറാക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രമെടുത്ത് അതിലേക്ക് കൊഴുപ്പ് കുറഞ്ഞ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. ചിയ സീഡ്സ് നല്ലതുപോലെ സോക്കായി വരണം. ഈ ഒരു പുഡിംഗ് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ കഴിക്കാവുന്നതാണ്. 5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഞാനിത് എടുത്തു വെച്ചതാണ്. ചിയ സീഡ്സ് എല്ലാം നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. പുഡിംഗ് കുറച്ച് തിക്കും നല്ല ക്രീമിയുമായി വന്നിട്ടുണ്ട്. ഇനി ഈ പുഡിങ്ങിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഏലക്ക. 2 ഏലക്ക എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഏലക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഷുഗർ കുറയ്ക്കുന്നതിനും രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. ഏലക്ക ചേർക്കുന്നത് കൊണ്ട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കൂടി ലഭിക്കും. ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് തേൻ. ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ പഞ്ചസാരയ്ക്ക് പകരം നിശ്ചിത അളവിൽ തേൻ ഉപയോഗിക്കാവുന്നതാണ്. തേനിലെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് പല രോഗങ്ങളും തടയാൻ സഹായിക്കുന്നത്. പ്രമേഹമുള്ളവർക്കും 1 ടീസ്പൂൺ തേൻ കഴിക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് 1 ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് കൊടുക്കുക. ഫൈബർ, വൈറ്റമിൻ C, വൈറ്റമിൻ E, പോളിഫിനോൾസ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ആപ്പിൾ. ടോപ്പിംഗ്സായി കുറച്ച് ബദാം, പിസ്ത ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ചിയ പുഡിംഗ് റെഡിയായി. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായി കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണത്തിന് പകരമായി കഴിക്കാം. ആരോഗ്യകരമായ രീതിയിൽ വണ്ണം കുറയ്ക്കുന്നതിന് ഈ ഒരു പുഡിംഗ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വണ്ണം മാത്രമല്ല കുറയുന്നത്, വണ്ണം കുറയുന്നതിനോടൊപ്പം പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയുന്നതിനും കൊളസ്ട്രോൾ കുറയുന്നതിനും ഇൻഫ്ലമേഷൻ കുറയുന്നതിനും നല്ല ദഹനത്തിനും BP കുറയുന്നതിനും വളരെ നല്ലതാണ് ഈ ഒരു പുഡിംഗ്. ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ചിയ പുഡിംഗ്.
കുട്ടികൾക്കും ഗർഭിണികൾക്കും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പുഡിംഗ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലിക്കായി ഇത്തരം ഹെൽത്തി റെസിപ്പികളൊക്കെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും ഹെൽത്തി റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെൽത്തി പുഡിംഗ് തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്